ഓം ജയ് സായിറാം. നമ ശിവായ്. ഇന്ന് നമ്മൾ സച്ചരിതത്തിൻ്റെ 2-ാം അധ്യായം, അതിൻ്റെ രത്നചുരുക്കമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഹേമന്ത് പാന്ത് എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇതിലെ രത്നചുരുക്കം. അപ്പോൾ സച്ചരിതം എഴുതാനായിട്ട് ശ്യാമയാണ് ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള വ്യക്തി, ഭക്തൻ. ആ ഭക്തന്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഹേമന്ത് പാന്താണ് പറയണത്, എനിക്ക് ഭഗവാന്റെ സച്ചരിതം അല്ലെങ്കിൽ ഈ ലീലകൾ എഴുതണം എന്നുണ്ട്, അതിനുള്ള അനുവാദം എനിക്ക് ഭഗവാന്റെ നിന്ന് വാങ്ങിച്ചു തരണമെന്ന് ശ്യാമയോട് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത് പോയിട്ട് ശ്യാമ പറഞ്ഞു, ശ്യാമയ്ക്ക് പിന്നെ ഭഗവാനോട് അടുത്ത് പോയിട്ട് പറയാനുള്ള ഒരു അധികാരം പോലെയുണ്ട്. അങ്ങനെ ശ്യാമ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭക്തൻ ഹേമന്ത് പാന്ത്, അന്ന് ഹേമന്ത് പാന്ത് എന്നുള്ള പേരൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു ഭക്തൻ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭഗവാൻ തടസ്സങ്ങളൊന്നും പറയരുത്. ഞാനൊരു യാചകനാണ്, യാചകനെ കുറിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ഇത് അനുവദിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. ഭഗവാൻ ആലോചിച്ചു, ഒരു ഭക്തൻ അങ്ങനെ പറയുമ്പോൾ വേണ്ട എന്ന് പറയണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെ സായി ഭഗവാനും എത്തിച്ചേർന്നു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ആ പുസ്തകം എഴുതാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയാണ്. ഭഗവാൻ അപ്പോൾ തന്നെ ശ്യാമയോട് പറഞ്ഞു, എന്തായാലും അവൻ്റെ ആഗ്രഹം സഫലമാവട്ടെ. ഉടനെ തന്നെ അദ്ദേഹം ഭഗവാന്റെ കാൽപാദത്തിൽ വീണു. ഭഗവാൻ അനുവാദം കൊടുത്തോടു കൂടിയിട്ട് കാൽപാദത്തിൽ വീണ് നമസ്കരിച്ച്, ആ സമയം കരുണാമയനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവാന്റെ മഹാപ്രസാദമായിട്ടുള്ള ഊതിയും കൊടുത്തു. അപ്പൊ ആ പ്രക്ഷുബ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സ്, ഹേമന്ത് പാന്തിന്റെ മനസ്സ് വളരെ ശാന്തമായി. അവസാനം അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു ഹേമന്ത് പാന്തിനോട്, എൻ്റെ ശരിയായിട്ടുള്ള കഥകൾ, വെച്ചു പിടിപ്പിച്ചിട്ടുള്ളതൊന്നും വേണ്ട, ശരിയായിട്ടുള്ള കഥകൾ നീ ശേഖരിക്ക്, എന്നിട്ട് അത് എഴുതാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് ഭഗവാൻ ശ്യാമയോടായിട്ട് പറഞ്ഞു, ഭക്തൻ വെറുമൊരു ബാഹ്യോപകരണം മാത്രം. ഞാൻ ഭക്തനിൽ കൂടി എൻ്റെ ചരിത്രം എഴുതും. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷേ അതിനായി അയാൾ സ്വന്തം അഹങ്കാരം എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. ആർക്കാണോ അതിന് കഴിയുന്നത് അയാളെ ഞാൻ സമ്പൂർണ്ണം സഹായിക്കും. അവന് വേണ്ടി ഞാൻ എല്ലാ വിധത്തിലും പ്രയത്നിക്കും. അഹങ്കാരവും അഹന്തയും ലേശം പോലുമില്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം അയാളിൽ കുടികൊണ്ട് എൻ്റെ കൈകളാൽ തന്നെ ഗ്രന്ഥം എഴുതുന്നതാണ്. സായീശ്വരനാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഹേമന്ത് പാന്തിൻ്റെ കൈകൾക്ക് ഭഗവാന്റെ ശക്തി കൊടുക്കുകയും ആ കൈകൾ ഭഗവാന്റേതായി തീരുന്ന സങ്കല്പത്തിൽ കൂടെ ആ ചരിത്രം എഴുതുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അരുളി, എൻ്റെ കഥകൾ പറഞ്ഞാൽ, കേട്ടാൽ, അവ ധ്യാനിച്ചാൽ മനം പ്രേമഭക്തിയാൽ നിറയും, അജ്ഞാനം നശിക്കും, അവന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഭഗവാന്റെ വാക്കുകളാണത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത്. ആരുടെയും അഭിപ്രായത്തെ എതിർക്കുകയും അരുത്. സ്വന്തം ആശയത്തിൽ ദുശ്ശാഠ്യവും അരുത്. അതിനാൽ ഇതിനെക്കുറിച്ചൊരു തർക്കവും അരുത്. ഭഗവാൻ തർക്കമരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹേമന്ത് പാന്തിന് അതിശയായി. കാരണം ആ തർക്കം എന്ന് പറഞ്ഞ ആ ഒരു വേർഡ്
ഹേമന്ത് പാന്തിനെ സംബന്ധിച്ചിട്ട് വലിയൊരു അധ്യായമായിരുന്നു. ഈ ഹേമന്ത് പാന്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കാക്കാ സാഹിബ് ദീക്ഷിതും നാനാ സാഹിബ് ചന്ദോർക്കറും. ഈ കാക്കാ സാഹിബ് ഷിർദിയിലേക്ക് പോകാനായിട്ട് പലപ്പോഴും നിർബന്ധിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ഹേമന്ത് പാന്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളുടെ മകന് പനി പിടിച്ചത്. അപ്പോൾ ഹേമന്ത് പാന്തും അവിടെ പോയി പണ്ട് കാലത്തൊക്കെ രോഗികളെ ശുശ്രൂഷിക്കുന്നത് വൈദ്യന്മാരും അതുപോലെ തന്നെ ഗുരുക്കന്മാരൊക്കെയാണ്. അങ്ങനെ വൈദ്യരെടുത്ത് കൊണ്ടുപോയി പനിക്കൊരു ശമനം ഉണ്ടായില്ല. അങ്ങനെ അവരുടെ ഗുരുവിനെ വരുത്തി രോഗിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ടും ഒരു ഗുണമുണ്ടായില്ല. അപ്പോൾ ഹേമന്ത് പാന്തിന് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നലായി, ഞാൻ ഇതിനെ ഷിർഡി പോണേ, ആ ഗുരുവിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു തോന്നൽ ഹേമന്ത് പാന്തിനുണ്ടായി. ഈ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു ഗുരുവിനെ, അങ്ങനെ സഹായിക്കാൻ പറ്റാത്ത ഗുരുക്കന്മാരെ കൊണ്ട് എന്താണ് കാര്യം? അങ്ങനെ ഗുരുവിൻ്റെ അടുത്തേക്ക് അന്വേഷിച്ച് പോണ്ട, ഷിർഡിയിലേക്കൊന്നും പോണ്ട എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഹേമന്ത് പാന്ത് എത്തി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പൂർവ്വപുണ്യം, ഈ സാധാരണ നമ്മൾ പറയും ധർമാധർമ്മങ്ങളാണ് അവൻ്റെ കർമ്മഗതിയെ നയിക്കുക എന്ന്. ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, ഷിർദിയിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഇദ്ദേഹത്തിന് തരപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഹേമന്ത് പാന്ത് ഷിർഡിയിലെത്തിയ സമയത്ത് ബാലാസാഹേബ് ഭട്ടായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തുമായിട്ടൊരു തർക്കമുണ്ടായി അവിടെ. ഗുരു ആവശ്യമാണ്, അതായിരുന്നു തർക്ക വിഷയം. ജീവിതത്തിൽ ഗുരുവിൻ്റെ ആവശ്യം എന്താണ് എന്നായിരുന്നു തർക്ക വിഷയം. എന്തിനാണ് നാം ഒരാൾക്ക് അല്ലെങ്കിൽ ഗുരുവിന് കീഴടങ്ങുന്നു? സ്വന്തം സ്വാതന്ത്ര്യം എന്തിനു കളയുന്നു? ഈ ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സ്വയം പരിശ്രമിക്കുക തന്നെ വേണം. അലസനായി കാലം പോക്കുന്ന ഒരുവനെ ഗുരുവിനെ എങ്ങനെ സഹായിക്കാനാകും? അങ്ങനെയായിരുന്നു ഹേമന്ത് പാന്തിൻ്റെ വാദഗതി. പക്ഷേ മറുപക്ഷത്തുനിന്നും വന്നത് ഇങ്ങനെയായിരുന്നു: എത്രമാത്രം ശ്രമിച്ചാലും പ്രയത്നിച്ചാലും എത്ര പണ്ഡിതനായാലും ഗുരുകൃപയില്ലാതെ ഒന്നും ഫലവത്താവില്ല. ഇതായിരുന്നു അവിടെയുള്ള തർക്ക വിഷയം. തർക്കം നീണ്ടുപോയി. പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള ഫുൾ സ്റ്റോപ്പും ഉണ്ടായില്ല. ആ സമയത്ത് ഷിർഡിക്ക് പോവാണ്, ഭഗവാനെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഇവര് ഭഗവാനെ കാണാനായിട്ട് മസ്ജിദിലേക്ക് പോവാണ്. സായിബാബ അപ്പോൾ കാക്കാ സാഹിബിനോട് ചോദിച്ചു, എന്തായിരുന്നു സദേവാഡയിൽ ഉണ്ടായ തർക്കം? അതിനുശേഷം ഭഗവാൻ ഹേമന്ത് പാന്തിനെ സൂക്ഷിച്ചു നോക്കി. എന്തായിരുന്നു തർക്കം? എന്തായിരുന്നു അവിടെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? തർക്കത്തിന്റെ കാര്യം എന്താ എന്നാണ് ഹേമന്ത് പാന്തിനോട് ബാബ ചോദിച്ചത്. ബാബ ഇത് ചോദിച്ചോടുകൂടിയിട്ട് ഇവരാകെ സ്തബ്ധരായി. കാരണം ഇവര് സംസാരിച്ചിരുന്ന വാടയും മസ്ജിദും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. അപ്പോൾ ഇവര് അവിടെ സംസാരിച്ച വിഷയം ബാബ എങ്ങനെ മനസ്സിലാക്കി? ഈ ഭഗവാനെ സംബന്ധിച്ചിട്ട് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നുണ്ട്. ഹൃദയവാസിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇവരാകെ സ്തബ്ധരായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഹേമന്ത് പാന്ത് എന്ന് ഭഗവാൻ വിളിക്കണത്. ഹേമന്ത് പാന്ത് എന്നുള്ള പേരെന്തുകൊണ്ടാണ് എന്നെ വിളിക്കാൻ കാരണം എന്നായി പിന്നെ അടുത്ത ചിന്ത. ഈ സമയത്താണ് അന്നാ സാഹിബിന് തോന്നുകയാണ്, ബാബ എന്താ എന്നെ ഹേമന്ത് പാന്ത് എന്ന് വിളിക്കാൻ കാരണം എന്നുള്ളത് തോന്നുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ദേവഗിരിയിലെ
യാദവ വംശജ രാജാക്കന്മാരായിരുന്നു മഹാദേവനും രാമരാജൻ. അവർക്ക് ഹേമാദ്രി പാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ പദം മറാഠിയിലെ ഹേമന്ത് പാന്ത് എന്ന് പറയും. ആ പദമാണ് സായിബാബ ഈ അന്നാ സാഹിബിനെ ഹേമന്ത് പാന്ത് വിളിക്കാനായിട്ടുള്ള കാരണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഹേമന്ത് പാന്തിന് ആണ് ഈ ഹേമാദ്രി പാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രിയെ കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാകുന്നു. കാരണം ഹേമാദ്രി പാന്ത് എന്ന് പറഞ്ഞ ആ മന്ത്രി അതിശ്രേഷ്ഠനും ചതുർവർഗ ചിന്താമണി, രാജപ്രശസ്തി എന്നുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനാണ്. ഹേമന്ത് പാന്ത് സ്വയം ചിന്തിക്കുകയാണ്, ഞാനാണെങ്കിൽ മഹാവിഡ്ഢി, എനിക്കിതൊന്നും എഴുതാനും അറിയില്ല, കവിത അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്നെ ഭഗവാൻ ഹേമന്ത് പാന്ത് വിളിക്കാൻ എന്താണ് കാരണം? അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയാണ്, എൻ്റെ അഹങ്കാരം നശിപ്പിക്കാനായിട്ടായിരിക്കണം ഭഗവാൻ ഈ പേരെനിക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ക്ഷമയും എന്താ പറയുക, വിശ്വാസവും ക്ഷമയും ധൈര്യവും ഒക്കെ ആധ്യാത്മിക ഉന്നതിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ ഈ ഹേമന്ത് പാന്ത് എന്ന് ആ പേര് വിളിക്കാൻ കാരണം എന്ന് ഹേമന്ത് പാന്തിന് തോന്നുകയാണ്. അങ്ങനെ നമ്മളുടെ അന്നാ സാഹേബ് ഭഗവാൻ വിളിച്ചിട്ടുള്ള ആ ഹേമന്ത് പാന്ത് എന്നുള്ള പേര് സന്തോഷത്തോടെ എളിമയോടെ സ്വീകരിക്കുകയാണ്. ആ മഹാൻ എഴുതിയ സച്ചരിതമാണ് നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം ജയ് സായിറാം നമഃ ശിവായ. അങ്ങനെ ഭഗവാന്റെ ഈ സച്ചരിതം എല്ലാവരും കേൾക്കട്ടെ. എല്ലാ വീടുകളിലും ഈ സച്ചരിത പുസ്തകം ഉണ്ടാവണം. എല്ലാവരും സച്ചരിത പാരായണം നടത്തണം. ഇത് കേൾക്കുന്നത് തന്നെ സർവപാപമുക്തിക്കും സർവ ഐശ്വര്യത്തിനും നല്ലതാണ്. അത് നമ്മളെ കുട്ടികളെ പ്രത്യേകിച്ച് കേൾപ്പിക്കുക, അതിലൂടെ നിങ്ങൾ വായിക്കുക. അത് എല്ലാ വീടുകളിലും ചെയ്യുന്നത് ഇന്നത്തെ കലിയുഗത്തിൽ നമ്മളുടെ സർവ പാപങ്ങളും മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ജയ് സായിറാം നമഃ ശിവായ.